അവൾ വന്ന വേഗതയിൽ വീഴാതെ ഇരിക്കാൻ അവളുടെ ഇടുപ്പിലായി പിടിച്ചുകൊണ്ട് കർട്ടനിൽ ഉള്ള ബലം കൊടുത്ത് പിടുത്തമിട്ടതും അതിൻ്റെ ഹുക്കും പൊട്ടിച്ച് തറയിലേക്ക് വീണു. അവൻ വീണതിന് മുകളിലായി അവളും വീണിരുന്നു. ശരീരം കൂട്ടിയുരുമ്മി ഞെങ്ങി അമർന്നതും ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞു അവളെ ഒന്നുകൂടി തന്നിലേക്ക് അമർത്തി. അവളുടെ നനഞ്ഞ മുടിയിഴകൾ മുഖത്തിലൂടെ ഇഴഞ്ഞു. ശ്വാസഗതി ഉയരുന്നതിനനുസരിച്ചുണ്ടാകുന്ന അവളുടെ ഏറ്റക്കുറച്ചിലുകളെ അവൻ ആസ്വദിച്ചു. കാരണം അത് അവൻ്റെ ആദ്യ അനുഭവമായിരുന്നു. അവനിലെ പുരുഷ കാമനകൾ ഉണർന്നു. അവളുടെ ടോപ്പിൻ്റെ വിടവിനിടയിലൂടെ അവൻ്റെ വിരലുകൾ അവളുടെ വയറിലായി പതിഞ്ഞതും പൊള്ളിയതുപോലെ ഒന്ന് പിടഞ്ഞു കൃഷ്ണ. അവൾക്ക് അവൻ്റെ കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പ്രണയമല്ല, മറ്റെന്തോ. ഒരാണ് പെണ്ണിൽ ആഗ്രഹിക്കുന്നത്. കണ്ണുകൾ കൊരുത്തു വലിച്ചതും അവൾക്ക് വല്ലാത്തൊരു ഈർഷ്യ തോന്നി. കൈവിട്ടേ, എന്നെ വിടാൻ. അവനിൽ നിന്ന് എഴുന്നേൽക്കാൻ ബലം പിടിച്ചതും അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. ഭയവും ഞെട്ടലും ഒരേപോലെ ശരീരത്തെയും മനസ്സിനെയും പിടിമുറക്കിയതും അവനെ തട്ടി മാറ്റാൻ ശ്രമിക്കും തോറും കൈമുറുക്കമേറുന്നത് അറിഞ്ഞു കൃഷ്ണ. ഒരു തുള്ളി കണ്ണീർ അവളുടെ കണ്ണിൽ നിന്ന് ഉരുണ്ട് കവിളിലൂടെ ഒഴുകിയിറങ്ങുന്നത് അറിഞ്ഞതും ആര്യൻ ഞെട്ടിയതുപോലെ അവളുടെ കൈകളിലെ പിടുത്തമയച്ചു. എടാ, അവളുടെ കിടുങ്ങുമാറുള്ള സ്വരത്തിൽ അച്ഛൻ വിളിച്ചതും ഞെട്ടി വിറച്ച് ചാടി എഴുന്നേറ്റു ആര്യൻ. കൃഷ്ണ ആ വീഴ്ചയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ചുവരിൽ ചാരി നിൽക്കുമ്പോൾ അവൻ ശരീരം തന്നിലേകിയ ആ സ്പർശനം എന്തുകൊണ്ടോ അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. വൃത്തികേട് കാണിക്കുന്നോടാ പറഞ്ഞു വന്നുകൊണ്ട് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് ചേർത്തു അയാൾ. അപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ട് ആനന്ദ് കതവ് തുറന്ന് വെളിയിലേക്ക് വന്നിരുന്നു. പുറകെ വേണിയും. എന്താ അച്ഛ പറ്റിയത്? അവനെ വിട്. പറഞ്ഞതേ കോപത്തിൽ അവനെ നോക്കിയതും അറിയാതെ കാലുകൾ പുറകോട്ട് പിൻവലിച്ചു പോയിരുന്നു അനന്തൻ. ഞാനൊന്നും ചെയ്തില്ല, അറിയാതെ ഇടിച്ചതാ, അപ്പോൾ വീണതാ. പറഞ്ഞതേ കവളിൽ ആഞ്ഞടിച്ചു ഗോവൻ. മിണ്ടരുത്. ഇതിനാണോടാ നുണയും പറഞ്ഞ് അവിടെ നിന്ന് പോന്നത്? ഇത്രയ്ക്ക് മുട്ടി നിൽക്കുവാണോടാ നിനക്ക്? പറഞ്ഞതല്ലേ നിന്നോട് ആ പെങ്കൊച്ചിനെ കുറച്ച് സമയം കൊടുക്കാൻ. പറയുകയും ഒരടി കൂടെ കൊടുത്തിരുന്നു. അയ്യോ, നിങ്ങൾ എന്താ മനുഷ്യമായി കാണിക്കുന്നേ? എൻ്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലുന്നു. അനിത അകത്തേക്ക് ഓടി വന്നു. പുറകെ സച്ചിയും ആതിരയും. അതോടുകൂടി ആ ചെറിയ പ്രശ്നം മൂലം അവരുടെ മകൻ സംഘർഷഭരിതമായി മാറി. എല്ലാം കണ്ടുകൊണ്ട് ഞെട്ടിയ പോലെ ചുവരിലേക്ക് ചാരി ഇരുന്നു പോയി കൃഷ്ണ. അപ്പോഴെല്ലാം ആര്യൻ്റെ മിഴികൾ കൃഷ്ണയിലായിരുന്നു. അവൾ എന്തെങ്കിലും വാ തുറന്ന് പറയുമെന്ന് ചിന്തിച്ചു പോയി അവൻ. താൻ അറിയാതെ ഇടിച്ചതല്ലേ, എന്നിട്ടും തന്നെ വഴക്ക് കേൾപ്പിക്കാൻ ഇവളൊക്കെ പെണ്ണാണോ? ആര്യനെ അടിക്കുന്നതും വഴക്ക് പറയുന്നതും കണ്ടതും കൃഷ്ണയുടെ പകപ്പ് മാറി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായതും എഴുന്നേറ്റ് ഗോപൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, അത് ഞാൻ. വേണ്ട, മോളൊന്നും പറയണ്ട. എല്ലാം എൻ്റെ തെറ്റാണ്. ചേട്ടൻ ചെയ്ത തെറ്റിനെ അനിയനെ കൊണ്ട് തിരുത്താൻ ശ്രമിച്ചു. അല്ല അച്ഛാ, ഞാൻ മുറി തുറന്നപ്പോൾ ഇടിച്ചതാ. അപ്പോൾ പെട്ടെന്ന് വീണു, അല്ലാതെ ആരിനൊന്നും ചെയ്തില്ല. ചുവരിൽ ചാരി നിൽക്കുന്നവനെ നോക്കാതെ അത്രയും പറഞ്ഞിരുന്നു അവൾ. അവൻ തൻ്റെ ശരീരത്തെ സ്പർശിച്ച രീതിയെ എന്തുകൊണ്ടോ അപ്പോഴും അംഗീകരിക്കാൻ തോന്നിയില്ല. പക്ഷേ ഈ വഴക്കിനിടയ്ക്ക് അത് പറയാൻ തോന്നിയില്ല. ആദി, നീ മോളെയും കൊണ്ട് അകത്തേക്ക് പോ. ഗോപനത് പറഞ്ഞതേ ആതിര അവളെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. അച്ഛൻ അടിച്ച കവിൾ തൂത്തുകൊണ്ട് വെളിയിലേക്ക് നടന്നു ആര്യൻ. അച്ഛൻ തന്നെ ഇപ്പോൾ തല്ലുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടും ഇവൾ വന്ന് കയറിയത് പിന്നെ. വല്ലാത്തൊരു ദേഷ്യം തോന്നിയപ്പോഴും അവൾ തനിക്കായി പറഞ്ഞല്ലോ എന്നൊരു ആശ്വാസവും തോന്നി. അവൾക്ക് എന്തെങ്കിലും തോന്നിക്കാണുമോ? മനസ്സിലായി കാണുമോ? ഏയ്, മനസ്സിലായാലും ഇപ്പോഴെന്താ, എൻ്റെ ഭാര്യയല്ലേ. മുറ്റത്തേക്ക് നടക്കുന്നതിൻ്റെ കൂടെ നാക്ക് കൊണ്ട് പല്ലൊന്ന് ഒഴിഞ്ഞു. എടാ കുഞ്ഞളിയോ, അങ്ങനെ അങ്ങ് പോയാലോ? എന്താടാ നീ അവളെ ചെയ്തത്? അച്ഛൻ വെറുതെ നിന്നെ അടിക്കില്ല, സത്യം പറയടാ. അവൻ്റെ ബനിയനിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു സച്ചി. കണ്ടോ, എൻ്റെ കുഞ്ഞിനെ വെറുതെ പഴിച്ചു. ആ പെണ്ണ് കണ്ടെടുത്ത് നോക്കി നടന്ന് ഉരുണ്ടു വീണിട്ട് എൻ്റെ കൊച്ചിനെ തല്ലി നിങ്ങളല്ലേ? സ്വന്തം മകനേക്കാളും വലുത് കയറി വന്നവളാണ്. കഷ്ടം. അനിതേ, കാര്യം അറിയാതെ കിടന്ന് തുള്ളണ്ടാ നീ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്ര ഇല്ലല്ലോ. തട്ടി വീണതായിരിക്കും, പക്ഷേ നിന്റെ കുഞ്ഞുവാവ അത് മുതലെടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്താ, അവൻ്റെ ഭാര്യയല്ലേ. നിങ്ങൾ തന്നെയല്ലേ ഇത്തിരി ഇല്ലാത്ത ചെക്കനെ പിടിച്ച് കെട്ടിച്ചത്? അതെ,
അങ്ങനെയൊരു അബദ്ധം പറ്റി എനിക്ക്. നിന്റെ ഈ മൂത്ത പുത്രൻ കാരണം. ഇപ്പോൾ തോന്നുവാ എടുത്തുചാട്ടം വേണ്ടിയിരുന്നില്ല എന്ന്. പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി വാതിൽക്കൽ നിൽക്കുന്ന ആനന്ദിനെയും വേണിയെയും കടുപ്പത്തിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു ഗോപൻ. പിന്നെ അനിതയെ തലയനക്കി അടുത്തേക്ക് വരാൻ കാണിച്ചതും അവർ അടുത്തേക്ക് ചെന്നു. അവൻ നീ വിചാരിക്കുന്ന പോലെ അത്ര കുഞ്ഞല്ല. ഇനി അധികം ബൂസ്റ്റ് കലക്കി കൊടുക്കണ്ട. ആര്യൻ പോയ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു ആനന്ദ്. മുൻപോട്ട് നടക്കാൻ തുടങ്ങിയതും വേണി അവൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറിയിരുന്നു. തൻ്റെ മുമ്പിൽ ചോദ്യശരവുമായി നിൽക്കുന്ന സച്ചിയെ നോക്കി ആര്യൻ. എന്തു ചെയ്തെന്ന്? മുഖത്തെ പതർച്ച വാക്കുകളിൽ വരാതിരിക്കാൻ പാടുപെട്ടു. നെഞ്ചിൽ കൈ കെട്ടി അവനെ ആകെ മൊത്തം നോക്കി ഒഴിഞ്ഞതും കാലുകൾ കൂട്ടിപ്പിടിച്ച് ഒതുങ്ങി നിന്നു ആര്യൻ. കുഞ്ഞളിയോ, ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ? നീ കൊഞ്ചി കുഴയുമ്പോൾ എല്ലാം സമ്മതിച്ചു തരാനും നെഞ്ചോട് ചേർക്കാനും നിന്റെ കാമുകിയല്ല കൃഷ്ണ, ഭാര്യയാണ്. ആ ഓർമ്മ ഇടയ്ക്കുള്ളത് നല്ലതാണ്. കാരണം നീ അവൾക്ക് അന്യനാണ്. പെട്ടെന്ന് പ്രേമിക്കാൻ ചെന്നാലേ വായിലെ പല്ല് കുറയും. ഒന്ന് വീണതും കുറ്റമായി പോയോ? പിന്നെ അവൾക്ക് കുഴപ്പമില്ല. സച്ചിയേട്ടനാണല്ലോ പ്രശ്നം. സച്ചിയെ ഇഷ്ടപ്പെടാതെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നതേ അവൻ്റെ കൈയിൽ പിടിച്ച് വലിച്ച് ചുവരിലേക്ക് ചേർത്ത് നിർത്തി സച്ചി. മോനെ, നിന്റെ ചാട്ടം അതെങ്ങോട്ടാണെന്ന് പിടികിട്ടി. അവൾ നിനക്കുള്ളത് തന്നെയാണ്. പയ്യെ തിന്നാം, പനയും തിന്നാം. പക്ഷെ ആക്രാന്തം കാണിക്കരുത്. പിന്നെ അവളൊരു ചെറിയ കുട്ടിയല്ല. പഠിച്ച് ഈ പ്രായത്തിൽ തന്നെ ബാങ്ക് മാനേജറായവളാണ്. ആ ചിന്ത ഉള്ളത് നല്ലതാണ്. പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു സച്ചി. പിന്നെ പയ്യെ തിന്നണം പോലും. അതിനെന്നെ കിട്ടില്ല സച്ചിയളിയോ. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു. മുറിയിലേക്ക് കയറിയതും കതക് വലിച്ചടച്ചു. മുമ്പിൽ പ്രത്യേകം ഒരു ഭാവത്തോടെ അടച്ച വാതിലിൽ ചാരി നിൽക്കുന്നവളെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ നോക്കാനൊരു ഭയം തോന്നി ആര്യന്. ഇയാളെന്താ നേരത്തെ ചെയ്തേ? അവളുടെ കണ്ണും വാക്കും പതറിയില്ല. എന്തു ചെയ്തു? അവൻ വാതിൽ തുറക്കാനേ തിരിഞ്ഞതും മുമ്പിൽ കയറി നിന്നു അവൾ. ആര്യൻ, താനൊരു ചെറിയ കുട്ടിയല്ലെന്ന് എനിക്കറിയാം. എല്ലാം തികഞ്ഞൊരു പുരുഷനാണ്. ഞാനൊരു സ്ത്രീയും. ഒരു പുരുഷൻ എന്നെ സ്പർശിക്കുമ്പോൾ അത് ഏത് അർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അവൾ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അതും ഒരു പെണ്ണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? താൻ ഇവളുടെ ഭർത്താവല്ലേ? തനിക്ക് അവകാശമില്ലേ? പിന്നെന്താ? എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഇവൾ തന്നെ ഭരിക്കുന്നത്. അറിയാതെ വീണതല്ലേ? പിന്നെന്താ? പറയുന്നത് കേട്ടാ തോന്നും ഞാൻ അറിഞ്ഞു തന്നെ ഇടിച്ചു വീഴ്ച ദേഹത്തേക്ക് വീണതാണെന്ന്. അപ്പോഴും അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു അവന്. എന്ന് ഞാൻ പറഞ്ഞില്ല. അറിയാതെയാണ് വീണത്. പക്ഷെ താൻ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്ത് തൊട്ടു. അതും ബാക്കി പറയാനാകാതെ അവളൊന്ന് അറച്ചു. ഓർക്കുമ്പോൾ പോലും എന്തോ പോലെ. ശരിയാണ്, താലി അണിഞ്ഞു എന്നൊരു ബന്ധമല്ലാതെ ഈ 2 ദിവസം കൊണ്ട് ആര്യനുമായി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. അവളുടെ വാക്കുകൾ കേട്ടതും മുഖം ഒന്ന് വിളറി വെളുത്തുപോയി. അവൾ തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു കളയുമെന്ന് കരുതിയിരുന്നില്ല. താൻ വിചാരിച്ചതിൽ ബുദ്ധിയുണ്ട് ഇവൾക്ക്. ആ, ഞാൻ തൊട്ടു. നീ എൻ്റെ ഭാര്യയല്ലേ? സ്വന്തം ഭാര്യയെ തൊടാൻ എനിക്കാരുടെ സമ്മതം വേണ്ട. ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം പോലും ഇല്ലാതെയുള്ള അവൻ്റെ അഹങ്കാര സംസാരം എന്തുകൊണ്ടോ കൃഷ്ണയ്ക്ക് ഇഷ്ടമായില്ല. ആയിരിക്കാം, ഒരു താലി കഴുത്തിൽ അണിയിച്ചു എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം ഒരു പെണ്ണിൻ ശരീരത്തിൽ തൊടാനുള്ള ലൈസൻസ് അല്ല. ഈ താലിയുടെ പേരിൽ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ. അവൾ ചൂണ്ടുവിരൽ വിറപ്പിച്ച് പറഞ്ഞതേ അവന് വല്ലാത്തൊരു നാണക്കേട് തോന്നി. ആ സമയം താൻ ചെയ്തത് തെറ്റാണെന്നോ എന്നൊന്നും തോന്നിയില്ല. ആഗ്രഹിച്ചതെന്തും നേടിയെടുത്തിട്ടുള്ള ഒരുവൻ്റെ അഭിമാനത്തിനെടുക്കുന്ന ക്ഷതം, അതിനുമപ്പുറം താൻ ചെയ്തത് തെറ്റല്ല എന്നുള്ളൊരു ചിന്തയെല്ലാം കൂടി അവനെ അന്ധനാക്കി. ആണെങ്കിൽ ഇപ്പോൾ എന്താ? വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് വിചാരിച്ച് എന്നെ പഠിക്കാൻ വരണ്ട. ഞാൻ നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എന്ത് ചെയ്തേനടി? അതിൻ്റെ ഒരു നന്ദി വേണം. അഹങ്കാരി. അവൻ്റെ തെറ്റുകൾക്ക് മേലെ തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി കൃഷ്ണയ്ക്ക്. അവനെ അംഗീകരിക്കാൻ ശ്രമിക്കാൻ തയ്യാറെടുത്ത തുടങ്ങിയ മനസ്സിനെ അവൾ ശകാരിച്ചു. തന്നോട് ഞാൻ പറഞ്ഞോ എന്നെ കെട്ടാൻ? ഗോപനച്ചൻ ചോദിച്ചപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയാമായിരുന്നു. അല്ലാതെ ഞാൻ തൻ്റെ പുറകിൽ നടന്നോടോ? ഞാൻ ചെറുക്കൻ കെട്ടാതെ മുരടിച്ച് പോകില്ലായിരുന്നു. പോയാലും ഇതിലും ഭേദമായിരുന്നു.
കൊള്ളാം, എന്നതായിരുന്നു നാടകം. അമ്മ തലചുറ്റി വീഴുന്നു, മകൾ കൂടെ ഇരുന്ന് കരയുന്നു, തൻ്റെ അമ്മാവൻ കിടന്ന് നാടകം കളിക്കുന്നു. അതുകൊണ്ടല്ലേ ഇനി എനിക്ക് കെട്ടേണ്ടി വന്നത്? എടോ പോടി. മനൂട്ട, എടാ. കതകിൽ ആഞ്ഞടിച്ചുകൊണ്ട് അമ്മയുടെ സ്വരം തേടി വന്നതും അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് വാതിൽ തുറന്നു ആര്യൻ. എന്താടാ കിടന്നു? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ആകുന്നതേ ഉള്ളൂ, അതിനു മുമ്പ് തുടങ്ങിയ ബഹളം? അമ്മ പറയുമ്പോഴും നോക്കിയത് അവൻ്റെ പുറകിൽ കൂസില്ലാതെ നിൽക്കുന്നവളിലാണ്. തുടരും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ പാർട്ടാണ് കേട്ടോ. എൻ്റെ മോളൊന്ന് വീണു, കൈ കൂടെ തിരിഞ്ഞു പോയി. പിന്നെ അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ പുറകെ നിൽക്കണം അവിടെ. ഇതിപ്പോൾ ഞാൻ ഓടിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. തെറ്റുകൾ കാണുമേ.